നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ ആമുഖഭാഗം. സർവഭക്തരോടും താഴ്മയായ പ്രാർത്ഥനയാണ്. അതായത് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന്റെ മൂല ഉദ്ദേശം എന്തെന്നാൽ സർവഭക്ത സമാജത്തിനും ശാസ്ത്ര അനുഗ്രഹ ഭക്തിമാർഗം ലഭിക്കണം. അതായത് ഇന്ന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സിഖുകാരും എല്ലാവരും അവരവരുടെ ധർമ്മഗ്രന്ഥങ്ങളെ സത്യമായി കണക്കാക്കി അതിന്റെ ആധാരത്തിൽ ഭക്തി സാധന ചെയ്യുന്നു. പക്ഷേ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ഗൂഢരഹസ്യത്തിന്റെ പൊരുൾ മനസ്സിലാക്കാതെ ഭക്തി സാധന ചെയ്യുന്നു. ഈ സാധനകളെല്ലാം കൊണ്ട് അവർക്ക് യഥാർത്ഥത്തിൽ ശരിയായ ഗുണം ലഭിക്കുന്നില്ല. കാരണം ഗീത അധ്യായം 16 ശ്ലോകം 23 എഴുതിയിരിക്കുന്നു. അതായത് ഏതൊരു സാധന ശാസ്ത്രവിധി ഉപേക്ഷിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ആചരണം ചെയ്താൽ അവർക്ക് യാതൊരുവിധ സുഖവും പ്രാപ്തമാകുന്നില്ല, കൂടാതെ ഒരു സിദ്ധിയും പ്രാപിക്കുന്നില്ല, അതുപോലെ പരമഗതിയും നേടുന്നില്ല. അതിനാൽ ഈ സാധനകളെല്ലാം വ്യർത്ഥമാണ്. സമ്പൂർണമായ ആധ്യാത്മിക ജ്ഞാനം ലഭിക്കാത്തതിനാൽ ശാസ്ത്രവിരുദ്ധ സാധനകൾ അവർക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല. സന്ത് രാംപാൽജി മഹാരാജിന്റെ ശാസ്ത്ര അനുകൂല ഭക്തി പോലും സമൂഹത്തിൽ അത് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല. ഈ പുസ്തകത്തിന്റെ മാധ്യമത്തിൽ കൂടി സമൂഹത്തിന് ശാസ്ത്ര അനുകൂല ഭക്തി നൽകുകയാണ്. ഇത് ഹിന്ദു, മുസ്ലിം, സിഖ്, ക്രിസ്ത്യൻ എന്നീ എല്ലാ പവിത്ര ധർമ്മങ്ങളുടെ അതുപോലെ പവിത്ര ധാർമ്മിക ഗ്രന്ഥങ്ങളായ അമർ ഗ്രന്ഥ സാഹിബ് കൂടാതെ കബീർ സാഗറിന്റെ യഥാർത്ഥ ജ്ഞാനത്തിന്റെ ആധാരത്തിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. കൂടാതെ സന്ത് രാംപാൽജി മഹാരാജിന്റെ അമൂല്യമായ സത്സംഗത്തിൽ നിന്ന് സംഗ്രഹിച്ച് എടുത്തിരിക്കുന്നതാണ്. ഇതെല്ലാം പവിത്ര ശാസ്ത്രങ്ങളിൽ പ്രമാണമുണ്ട്. ഇതിനാൽ പൂർണ്ണമായ മോക്ഷം ലഭിക്കുന്നു. ഇവിടെ സാധകന് സാംസ്കാരികമായും ആധ്യാത്മികമായ 2 ലാഭം പ്രാപ്തമാകുന്നു. ഈ പുസ്തകം പ്രകാശനം കൊണ്ട് മുഖ്യമായ ഉദ്ദേശം മറ്റുള്ളവരുടെ ഭാവനകളെ ബുദ്ധിമുട്ടുണ്ടാക്കാനോ അപമാനിക്കാനോ ഉള്ളതല്ല. ഇതിന്റെ യഥാർത്ഥ ഉദ്ദേശം അതാത് പവിത്ര ഗ്രന്ഥങ്ങളുടെ നിഗൂഢമായ രഹസ്യങ്ങൾ എല്ലാവരും അറിയുവാനും കൂടാതെ സർവഭക്തർക്കും ശാസ്ത്ര അനുകൂല സത്ഭക്തി സാധനകൾ നൽകി അവർക്ക് സാംസ്കാരിക സുഖവും കൂടാതെ പൂർണ്ണ മോക്ഷവും പ്രാപ്തമാകട്ടെ. ഈ പുണ്യഗ്രന്ഥം വായിക്കുന്നതിലൂടെ നിങ്ങളുടെ 101 തലമുറകൾ ഇഹലോകത്തും മറുവശത്തും സന്തോഷത്തോടെ നിലനിൽക്കട്ടെ എന്ന് വായനക്കാരോടുള്ള അഭ്യർത്ഥനയാണ്. പരമാത്മാവിന്റെ കൽപ്പനയായി കരുതി കുടുംബം മുഴുവൻ വായിക്കണം. ഒരാൾക്ക് വായിക്കാം, മറ്റുള്ളവർക്ക് കേൾക്കാം, അല്ലെങ്കിൽ എല്ലാവർക്കും സ്വന്തം കോപ്പി വാങ്ങി ദിവസവും വായിക്കാം. ഇതിൽ എഴുതിയിരിക്കുന്ന ഓരോ വിഷയവും ശരിയാണെന്ന് കരുതുക. അതിന് നിസ്സാരമായി കാണരുത്. ഇത് ഒരു തമാശക്കാരൻ ഉണ്ടാക്കിയതല്ല. പരമോന്നത പരമാത്മാവിന്റെ ദാസനായ രാംപാൽ ദാസ് എന്റെ ഹൃദയത്തിൽ നിന്ന് മനുഷ്യരാശിയുടെ ക്ഷേമം ലക്ഷ്യമാക്കി എഴുതിയതാണ്. അത് പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുക. സത് സാഹിബ്. സംഗ്രഹകർത്താവും കൂടാതെ ലേഖകനും രാജു ദാസ് ഭഗത്, സത്ലോക ആശ്രമം, ഭർവാല, ഹിസാർ ജില്ല, ഹരിയാന, ഭാരതം.